ഏവർക്കും സ്വാഗതം. ഒരു പുതിയ ബിസിനസ് ആരംഭിക്കണമെന്ന് രാജുവിന് അതിയായ ആഗ്രഹമുണ്ട്. പണവും സാഹചര്യവും എല്ലാം തനിക്ക് കയ്യിൽ മുതലായിട്ട് ഉണ്ട് എങ്കിൽ തന്നെയും ഇത് ബിസിനസ് തുടങ്ങാൻ പറ്റിയ ഒരു സമയമാണോ, ഞാൻ അതിന് യോഗ്യനാണോ, എന്നെ കൊണ്ട് ഈ ബിസിനസ് തുടങ്ങി അത് പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ, മാത്രമല്ല ഇപ്പോൾ ഇത് ആരംഭിച്ചാൽ അത് ലാഭം ഉണ്ടാകുവാൻ കഴിയുമോ എന്നൊക്കെ ഉള്ളതായ ചിന്താഭാരത്താൽ നമ്മുടെ രാജു ഇങ്ങനെ ദിനരാത്രങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം വിചാരിക്കുന്നത് തനിക്ക് യോജിച്ച ഒരു സമയമുണ്ട് കിട്ടണം, ആ സമയത്ത് തനിക്ക് ഈ ബിസിനസ് ആരംഭിക്കണം. ആ ബിസിനസ് ആരംഭിച്ചാൽ അതൊരു നല്ല നിലയിൽ എത്തണം. ഇതൊക്കെയായിരുന്നു തന്റെ ആഗ്രഹം. എന്നാൽ ഉള്ളിൽ ഇങ്ങനെ ചിന്താകുലം തന്നെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. അവൻ പിന്നെയും ആലോചിച്ചു, ബിസിനസ് തുടങ്ങാൻ പറ്റിയ സമയം എപ്പോഴായിരിക്കും. പല നാളിങ്ങനെ ചിന്തിച്ചിട്ട് ഒരു ദിവസം രാജു രണ്ടും കൽപ്പിച്ച് ബിസിനസ് തുടങ്ങുവാൻ അങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ബിസിനസ് ആരംഭിച്ചു. ആദ്യത്തെ 2-3 മാസക്കാലം അദ്ദേഹത്തിന് വളരെ നഷ്ടമായിരുന്നു. പറഞ്ഞാൽ ഒരു പുരോഗതിയും ഈ 3 മാസം അദ്ദേഹത്തിന് ഒരു പുരോഗതിയും ഉണ്ടായില്ല. എന്നാൽ അദ്ദേഹം ബിസിനസ് നിർത്തിയില്ല, വീണ്ടും അത് തുടർന്നുകൊണ്ടേയിരുന്നു. 4-ാമത്തെ മാസം മുതൽ അദ്ദേഹത്തിന് ലാഭം വന്നുകൊണ്ടേയിരുന്നു. പറഞ്ഞാൽ തന്റെ ബിസിനസ് പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് അത് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3 വർഷം ആയപ്പോഴേക്കും ഇദ്ദേഹം ആ പട്ടണത്തിലെ ഇദ്ദേഹത്തിന്റെ ബിസിനസ് ബ്രാൻഡായി മാറി. അപ്പോഴാണ് അദ്ദേഹം ചിന്തിച്ചത്, ഞാനിങ്ങനെ യോജിച്ച സമയം എപ്പോഴാണെന്ന് ചിന്തിച്ച് ഇപ്പോഴും ഇരിക്കുകയായിരുന്നെങ്കിൽ എനിക്ക് ഇത്രത്തോളം വിപുലമായിരിക്കും, ഇത്രത്തോളം നല്ലൊരു ബിസിനസ് എനിക്ക് ആരംഭിക്കുവാനോ ഒരു ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാനോ കഴിയുമായിരുന്നില്ല. നിങ്ങൾക്കറിയാമോ, ഇന്ന് പലരുടെയും ചിന്ത എങ്ങനെയാണ്? ഒരു ബിസിനസ് ആരംഭിക്കുന്ന ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കണം, അല്ലെങ്കിൽ ജോലി നേടി പോകണമെന്ന് താല്പര്യമുണ്ടോ, നിർത്തിവെച്ച പഠനം വീണ്ടും തുടരണമെന്ന് ആഗ്രഹമുണ്ടോ, പരീക്ഷ എഴുതണമെന്നുള്ള താല്പര്യമുണ്ടോ, അതുപോലെ തന്നെ കൃഷി നല്ല നിലയിൽ കൊണ്ടുപോകുന്ന ആഗ്രഹമുണ്ടോ, ഒരു മിഷൻ സ്റ്റേഷൻ ആരംഭിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, ഒരു ചാരിറ്റി പ്രവർത്തനം അത് നല്ല നിലയിൽ ആരംഭിക്കാനുള്ളതായ ആഗ്രഹമുണ്ടോ? ഇതൊന്നും തുടങ്ങുവാനായിട്ട് കഴിയാതെ പലരും സമയം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ സുഹൃത്തെ, ഞാൻ ഒരു കാര്യം പറയാം, നിന്റെ സമയം നഷ്ടമാകും, നിന്റെ കഴിവും ഇല്ലാതെയാകുമെന്നുള്ളതല്ലാതെ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന സംരംഭം തുടങ്ങുവാനുള്ള നല്ല സന്ദർഭം ഇതാണ് എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക. മോശ എന്ന ആത്മീയ നേതാവിനെ കുറിച്ച് ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ 7-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഒരു ഈജിപ്ഷ്യനെ കൊന്ന് ഓടിപ്പോയി മരുഭൂമിയിൽ അദ്ദേഹം കഴിച്ചു കൂട്ടിയത് 40 വർഷം അദ്ദേഹം അജ്ഞാതവാസത്തിലായിരുന്നു എന്ന് കാണാൻ കഴിയുന്നു. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 11 മുതൽ 25 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അവനെ ദൈവം തിരഞ്ഞെടുത്തു, അവനെ ഇസ്രായേലിന്റെ നേതാവാക്കി. ഇസ്രായേൽ ജനത്തെ നടത്തി പരിപാലിക്കുവാൻ 40 വർഷത്തേക്ക് ഈ മോശയെ ദൈവം ഉപയോഗിച്ചു. ഞാൻ പറയുന്നത്, ആരംഭത്തിലൊക്കെ പരാജയം ഉണ്ടായേക്കാം, പലപ്പോഴും നമ്മൾ ഒളിച്ചിരുന്നേക്കാം. മോശയെ പോലെ പ്രത്യക്ഷമാകാതെ മരുഭൂമിയിൽ അജ്ഞാതവാസം നടത്തി. എന്നാൽ ദൈവം അവരെ കണ്ടു, അവരെ പിടിച്ചുകൊണ്ടുവന്ന ഇസ്രായേലിനെ നേതാവാക്കി 40 വർഷം ഇസ്രായേൽ മക്കളെ നടത്തുവാൻ പരിപാലിക്കുവാൻ ഉള്ളതായ കൃപകൾ നൽകി മോശയെ ഉപയോഗിച്ചു. അവൻ ഏറ്റവും ശക്തനായ നേതാവായി തീർന്നു. അത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം മുതൽ ആവർത്തന പുസ്തകം 34-ാം അധ്യായം വരെ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മറ്റൊരു വ്യക്തിയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ദാവീദ്. ഇസ്രായേലിന്റെ പേടി സ്വപ്നമായിരുന്ന ഗോലിയാത്തിനെ ദാവീദ് നേരിട്ടപ്പോൾ തന്റെ സഹോദരന്മാരെല്ലാവരും അദ്ദേഹത്തെ കളിയാക്കുവാനായിരുന്നു. നീ ഇവിടെ വന്നത് എന്തിനാണ്? നീ മരുഭൂമിയിൽ കുറെ ആടുകൾ ഉള്ളത് നീ ആരുടെ പക്കൽ ഇട്ടേച്ചു പോകുന്നു? നിന്റെ അഹങ്കാരവും നികളഭാവവും എനിക്കറിയാം, നീ പട കാണാനല്ലേ വന്നത് എന്നൊക്കെ പറഞ്ഞ സഹോദരന്മാർ ഇവനെ നിരുത്സാഹപ്പെടുത്തുകയും ഇവനെ പരിഹസിക്കുക, നിന്ദിക്കുക, ഇവന് വെറൊരു കോമാളിയായി, ഒരു തമാശക്കാരനായി ചിത്രീകരിക്കാനിടയായി. അതുപോലെ തന്നെ ഗോലിയാത്തും ദാവീദിനെ പരിഹസിച്ചു. നീ വടിയുമായിട്ട് എന്റെ നേരെ വരുവാൻ ഞാനൊരു നായയാണോ എന്ന് ഗോലിയാത്ത് ചോദിച്ചിട്ട് ഗോലിയാത്തിന്റെ ദേവന്മാരുടെ നാമത്തിൽ ദാവീദിനെ ശപിക്കുന്നത് കാണാം.
1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 28-ാം വാക്യത്തിലും അതേ പുസ്തകം തന്നെ 17-ാം അധ്യായം 43-ാം വാക്യത്തിലുമാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇവരെല്ലാം ദാവീദിനെ ഒരു തമാശയായി, ദാവീദിനെ ഒരു കോമാളിയായി, ദാവീദിനെ ഒരു ബലഹീന മനുഷ്യനായി കണ്ടപ്പോൾ ദൈവം അവനെ ശക്തനായ ഒരു മനുഷ്യനായിട്ടാണ് ദൈവം കണ്ടത്. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, നിന്റെ സംരംഭത്തിൽ അല്ലെങ്കിൽ നീ ഒരു കാര്യങ്ങൾ തുടങ്ങാൻ പോകുമ്പോൾ, നീ ഒന്ന് പഠിക്കാൻ പോകുമ്പോൾ, ജോലിക്ക് വേണ്ടി നീ തയ്യാറാകുമ്പോൾ, അല്ലെങ്കിൽ നീ ഒരു മിഷൻ ഫീൽഡ് ഏറ്റെടുക്കുമ്പോൾ പലയിടത്തൊന്നും പരിഹാസവും നിന്നെയും നിന്നെ ഒരു കോമാളിയായിട്ട് ചിത്രീകരിച്ചേക്കാം. പക്ഷെ തളരരുത്, മുന്നോട്ട് പോകണം. ദാവീദിന്റെ ജീവിതത്തിൽ പല പ്രയാസങ്ങൾക്കുണ്ടായി താൻ സ്വയം രക്ഷ നേടാനായിട്ട് പലപ്പോഴും താൻ ഒളിച്ചു നടക്കേണ്ടതായിട്ട് വന്നിട്ടുള്ള സന്ദർഭങ്ങളെല്ലാം ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ താൻ ഇസ്രായേലിന്റെ വെടിസ്വപ്നമായിരുന്നതായ ഗോലിയാത്തിനെ വകവരുത്തി ഇസ്രായേലിനെ സംരക്ഷിച്ചു. അതുകൊണ്ട് നിങ്ങൾക്കറിയാമോ, ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇസ്രായേലിന്റെ ഏറ്റവും പ്രമുഖനായ, ഏറ്റവും പ്രശസ്തനായ രാജാവായി 40 വർഷം ഇസ്രായേലിനെ ഭരിക്കാനിടയായി. നമ്മളെ കൊണ്ടും സാധിക്കും. കാരണം എന്റെ സമയം നോക്കിക്കൊണ്ട് സന്ദർഭമായിട്ട് ഞാൻ അതിന് യോഗ്യനല്ല എന്ന് പറഞ്ഞ് നീ പുറകോട്ട് മാറാതെ ഈ സാഹചര്യമാണ് നീ പ്രയോജനപ്പെടുത്തുവാനായിട്ട് നല്ല സമയം എന്നുള്ള കാര്യം മറന്നു പോകുന്നു. എന്ത് കാര്യം ആരംഭിക്കുവാനും ഇത് നല്ല സമയമാണ്. അതിൽ നീ പുറകോട്ട് പോകരുത്. നീ പരീക്ഷ എഴുതണം, നീ ജോലി തേടി കണ്ടുപിടിക്കണം, നീ ഒരു കൃഷി ആരംഭിക്കണം, ബിസിനസ് ആരംഭിക്കണം, സംരംഭം തുടങ്ങണം. കർത്താവ് നിന്നോട് കൂടെ ഉണ്ടാവും. കർത്താവ് നിന്നെ സഹായിക്കും. നിനക്ക് പറ്റിയ സമയം ഇതാകുന്നു എന്നുള്ള കാര്യം ഞാൻ അറിയിക്കട്ടെ. ദൈവത്തിൽ ആശ്രയിച്ചതിന്റെ സംരംഭം ആരംഭിക്കുക. വിജയത്തിന്റെ വഴി ഉടനെ തുറക്കപ്പെടുന്നതിനെ കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് സമയമായില്ല എന്ന് പറഞ്ഞു സംരംഭത്തിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി നടക്കുവാൻ ഇടയാകാതെ അതിലേക്ക് കാലെടുത്ത് വയ്ക്കൂ. ദൈവം നിന്നോട് കൂടെയുണ്ട്, നിന്റെ കുടുംബത്തോടു കൂടെയുണ്ട്. ദൈവിക സാന്നിധ്യം നിനക്ക് അനുഭവിച്ചറിയാനിടയായിത്തീരും. ദാവീദിന്റെ കൂടെ ഇരുന്നതുപോലെ, മോശയുടെ കൂടെ ഇരുന്നതുപോലെ തൽക്കാലത്തേക്ക് അവർ പരാജയം ഉണ്ടായാലും പിന്നത്തേതിൽ ജയാളിയായിത്തീരുടെ രാജു എന്ന് പറയുന്നതായ യൗവനക്കാരൻ, ചെറുപ്പക്കാരൻ, താൻ ഭയപ്പെട്ട് തന്റെ സമയം ഇതല്ല, തനിക്കതിന് യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ തന്റെ ബിസിനസ് സാമ്രാജ്യം വിശാലമായി. അത് ആ പട്ടണത്തിലെ ബ്രാൻഡായി മാറി. അങ്ങനെയെങ്കിൽ നിനക്കും ആ നിലയിലേക്ക് വരുവാനായിട്ട് കഴിയും. അതിനുവേണ്ടി കർത്താവിനെ നമുക്ക് ആശ്രയിക്കാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്നതായ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്നതായ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരുവാൻ ഇടയാകട്ടെ. പുതിയ ഒരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.